അങ്ങനെ നമ്മൾ കാത്തിരുന്ന കലക്കിയുടെ റിലീസാണ്. ഞാൻ GCCയിൽ നിന്നാണ് കാണാൻ കയറുന്നത്. ഇവിടെ 26-ാം തീയതി മിഡ് നൈറ്റ് ഷോ ഉണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് ഷോ ആയി തുടങ്ങുന്നത്. നാട്ടിൽ 27-ാം തീയതിയാണ് റിലീസ്. അങ്ങനെ ഫസ്റ്റ് ഷോ കണ്ട് പുറത്തിറങ്ങിക്കുകയാണ്. അപ്പോൾ മൂവിയെ കുറിച്ച് പറയാം. മൂവി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് തന്നെ ആദ്യം തന്നെ ഉത്തരം തരാം. നമ്മൾ മാഡ് മാക്സ് സീരീസ് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. മാഡ് മാക്സ്, ഫ്യൂറി റോഡ്, അതേപോലെ തന്നെ മാഡ് മാക്സിൻ്റെ ഫ്യൂരിയോസ് എല്ലാം ആ ജോണറിലാണ് കഥ. അതേ കളർ ഫ്രെയിമും അതിനോട് കിടപിടിക്കുന്ന ക്യാമറ വർക്കും എല്ലാം കൊണ്ടും തിരക്കടില്ലാത്ത, കുഴപ്പമില്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ് കൽക്കി. ഇതെൻ്റെ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ്റെ ഓരോ സീനും വളരെ ത്രില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ സീനായാലും അതേപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം അതിഗംഭീരമാണ്. ആളിനെ കാണുമ്പോൾ തന്നെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ പ്രഭാസും കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ ഒരു 1 മിനിറ്റ് 2 മിനിറ്റുള്ള റോളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ശോഭന മാം ഉണ്ട്. അതേപോലെ തന്നെ ആനുണ്ട്, ആൻപൻ. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വന്നേക്കുന്നത് ദീപിക പദുക്കോണും അതേപോലെ തന്നെ ശോഭനയാണ്. പടം മൊത്തത്തിൽ കണ്ടിരിക്കാം. ഒരു ഏവറേജ് പടം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെൻ്റെ അഭിപ്രായമാണ്. സയൻസ് ഫിക്ഷനെല്ലാം സ്ഥിരമായിട്ട് കാണുന്നവർക്കും ആ പാറ്റേൺ പിന്തുടർന്ന് അങ്ങനത്തെ പടങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കാണുന്നവർക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാം. അങ്ങനെ പുതുമയായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഇംഗ്ലീഷ് പടങ്ങളിലെല്ലാം കണ്ടു മടുത്ത അതേ രീതിയിലുള്ളൊരു പടമാണ്. പുതിയതായിട്ട് അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സെറ്റുകളും അതേപോലെ തന്നെ VX വർക്കെല്ലാം അതിഗംഭീരമായിട്ടുണ്ട്. ചില ഫയർ വർക്ക് മാത്രമേ നമുക്കൊരു VFXൻ്റെ ചെറിയതായിട്ടൊരു പോരായ്മ നമുക്ക് തോന്നുള്ളൂ. ബാക്കിയെല്ലാം നന്നായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഡയറക്ഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടം. ഇതേപോലത്തെ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ സംഭവമല്ല. അത് അതിഗംഭീരമായിട്ട് എല്ലാതും കൊണ്ടും എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഡയറക്ഷനെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പാട്ടുകളാണെങ്കിൽ എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അത്ര ഒരു പ്രാധാന്യം ഈ സിനിമയിൽ പാട്ടുകൾക്കില്ല. പിന്നെ മൊത്തത്തിൽ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ റെഫറൻസും അതേപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് 2840 ഒരു 800 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം, ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഫ്യൂഷൻ രീതിയിലാണ്, ഒരു സയൻസ് ഫിക്ഷൻ രീതിയിലാണ്, അതേപോലെ തന്നെ ഒരു ടൈം ട്രാവൽ രീതിയിലാണ് ഈ പടം മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.